നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിരവധി രാജ്യങ്ങളിൽ കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പണിമുടക്കിയതോടെ ലോകമാകെ സ്തംഭിച്ചു. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം തകരാറിലായതോടെ കമ്പ്യൂട്ടറുകൾ ബൂട്ട് ചെയ്യാതെ ഷട്ട്ഡൌൺ റീസ്റ്റാർട്ട് മോഡിലാവുകയായിരുന്നു. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്പെയിൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ തകരാർ ബാധിച്ചു. ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ 3:26 തകരാർ തുടങ്ങിയത്. പിന്നീട് ലോകമെമ്പാടും വ്യാപിച്ചു. ലോകത്തെ കമ്പ്യൂട്ടറുകളിൽ 80% വിൻഡോസ് സിസ്റ്റമാണ്. തകരാർ ഭീകരമായതോടെ ലോകത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന പല വിമാനങ്ങളും റദ്ദാക്കി. ഓൺലൈൻ ബുക്കിംഗ്, ചെക്ക് ഇൻ, ബോർഡിംഗ് പാസ് സേവനങ്ങൾ സ്തംഭിച്ചു. ചെക്ക് ഇൻ കൗണ്ടറുകളിൽ ക്യൂ നീണ്ടു. സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, ടെലികോം കമ്പനികൾ, TV, റേഡിയോ നിലയങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ആശുപത്രികൾ, സമൂഹമാധ്യമ കമ്പനികൾ, IT, മെട്രോ റെയിൽ, ഓഹരി വിപണി മേഖലകളെല്ലാം പ്രതിസന്ധിയിലായി. എന്നാൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലായപ്പോഴും ഇന്ത്യൻ റെയിൽവേയെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിച്ചില്ല. ഒറ്റ ട്രെയിൻ സർവീസ് പോലും ഈ പ്രശ്നം കാരണം മുടങ്ങിയില്ല. എന്തുകൊണ്ടാവാം മൈക്രോസോഫ്റ്റ് തകരാർ ഇന്ത്യൻ റെയിൽവേയെ ബാധിക്കാതിരുന്നത്? മൈക്രോസോഫ്റ്റ് തകരാർ ഇന്ത്യൻ റെയിൽവേയെ ബാധിച്ചിട്ടില്ലെന്നാണ് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത്. ലോക്കൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം ഒരു തടസ്സവും നേരിട്ടില്ല. റെയിൽവേയുടെ ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും 1999 വികസിപ്പിച്ച CRIS പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഈ 2000 പ്രോബ്ലം നടന്ന സമയത്താണ് റെയിൽവേ ഈ സംവിധാനം വികസിപ്പിച്ചത്. അന്ന് 2000 ആണ്ടിന് മുൻപ് നിർമ്മിച്ച പഴയ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലുള്ള ഒരു പ്രശ്നമായിരുന്നു ബഗ്, അതായത് ഇയർ 2000 പ്രോബ്ലം. ഈ പ്രശ്നം Y2K പ്രോബ്ലം, അതായത് Y2K പ്രോബ്ലം എന്നും പറഞ്ഞിരുന്നു. റെയിൽവേയുടെ ഈ സംവിധാനം കൃത്യമായ ഇടവേളകളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ സംവിധാനം കാരണമാണ് മൈക്രോസോഫ്റ്റ് തകരാർ റെയിൽവേ സേവനങ്ങളെ ബാധിക്കാതിരുന്നത്. അതേസമയം മൈക്രോസോഫ്റ്റ് സ്തംഭനം മൂലം രാജ്യത്തെ വിമാന സർവീസുകളിൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. രാജ്യ തലസ്ഥാനത്ത് വിമാനങ്ങൾ 1 മണിക്കൂർ വരെ വൈകുന്നതാണ് യാത്രക്കാർ പരാതിപ്പെടുന്നത്. സംസ്ഥാനത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കായിരുന്നു സർവീസ്. അതേസമയം വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ച ആന്റിവൈറസ് തകരാർ പൂർണ്ണമായും പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിൽ വന്ന പിഴവ് മൂലമാണ് തകരാർ സംഭവിച്ചത്. ഇത് പരിഹരിച്ചുവെങ്കിലും മുഴുവൻ സിസ്റ്റങ്ങളുടെയും റീബൂട്ടിന് സമയമെടുക്കുമെന്നും ക്രൗഡ് സ്ട്രൈക്ക് വക്താക്കൾ അറിയിച്ചു. ഇന്നലെയാണ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഉണ്ടായത്. ഒരു മുന്നറിയിപ്പുകളും ഇല്ലാതെയായിരുന്നു സിസ്റ്റം പെട്ടെന്ന് ഷട്ട്ഡൌൺ ആവുകയും വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തിരുന്നത്. US സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൗഡ് സ്ട്രൈക്ക് സൈബർ സുരക്ഷ മുൻനിർത്തി അത് പ്രതിരോധിക്കാനായി ഫാൽക്കൺ സ്യൂട്ടിന്റെ ഭാഗമായി അപ്ഡേറ്റ് നടത്തിയപ്പോഴാണ് മൈക്രോസോഫ്റ്റ് സ്തംഭിച്ചത്. ബാങ്കുകളുടെയും സർക്കാർ ഓഫീസ് സംവിധാനങ്ങളെയും എല്ലാം ഈ അപ്ഡേറ്റ് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്.